സോഷ്യൽ മീഡിയ മാസ്റ്ററി. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ മാസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. അതിന്റെ ഒരു ഫണ്ടമെന്റൽസ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൽ എന്തൊക്കെയാണ് ഉള്ളത്, അത് നമുക്ക് എങ്ങനെ ബെനിഫിറ്റ് ആക്കാം എന്ന് തുടങ്ങിയ അതിന്റെ ഒരു പൊതു സ്ട്രക്ചർ ഞാൻ ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ആ ഒരു ബേസ് ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാണുന്നുണ്ട് എന്ന് വിചാരിക്കും. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാൻ പറ്റും. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ ബിസിനസ്സോ ആവശ്യക്കാരായ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നിലവിൽ നമുക്ക് അറിയുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് പ്രൊഡക്റ്റോ ബിസിനസ് ബ്രാൻഡോ സർവീസോ ഈ ഒരു സംഭവം ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഈ പ്രോസസ്സ് ഡിജിറ്റൽ മീഡിയ ത്രൂ ആക്കുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മീഡിയ വഴി ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒരു ബ്രാൻഡോ ആവശ്യക്കാരായ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുന്ന പ്രോസസ്സ്. മലയാളത്തിൽ പറഞ്ഞാൽ ദ പ്രൊമോഷൻ ടു ബ്രാൻഡ് ടു കണക്ട് വിത്ത് പൊട്ടൻഷ്യൽ കസ്റ്റമർ യൂസിംഗ് ദ ഇന്റർനെറ്റ് ആൻഡ് അതർ ഫോം ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ഡിജിറ്റൽ മീഡിയ ത്രൂ ആവശ്യക്കാരുടെ അടുത്തേക്ക് നമ്മുടെ ബ്രാൻഡിനെയോ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ട് കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെ രണ്ട് കാറ്റഗറിയാക്കി തിരിക്കാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ, സെർച്ച് എഞ്ചിന്, സോഷ്യൽ മീഡിയ, ഇമെയില് തുടങ്ങിയ ഓൺലൈൻ മീഡിയ ത്രൂ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന ഓൺലൈൻ അഡ്വർടൈസിങ് അഥവാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അതിന് നേരെ ഓപ്പോസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു മീഡിയയാണ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടാവും, ആദ്യം നമ്മളവിടെ ഉണ്ടായിരുന്ന TV ആഡ്സ്, റേഡിയോ ആഡ്സ്, അതർ മൊബൈൽ SMS, മറ്റു ഡിജിറ്റൽ മീഡിയാസ്, അത് ഓൺലൈൻ അല്ലാത്തുള്ള മറ്റുള്ള മീഡിയാസ് വഴി മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് രീതിയിൽ മാർക്കറ്റിംഗ് നമ്മളെ നാട്ടിൽ കാണാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അണ്ടറിൽ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഓൺലൈൻ അഡ്വർടൈസിങ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും. അതിനാണ് നമ്മൾ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് ചാനൽസ് കൂടി ചേർന്നതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്ന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയും, അഥവാ അതിന് പേപ്പർ ക്ലിക്സ് അതായത് PPC എന്നും പറയും. പിന്നെ ഒന്ന് വരുന്നത് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് ആണ് ഈ 3 ഒന്ന് SEO അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, മറ്റൊന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് SEM, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, മറ്റൊന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിനെ തന്നെയാണ് ഈ പേപ്പർ ക്ലിക്സ് എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിൻ വഴി അല്ലാതെയും ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് എക്സാമ്പിൾ വെബ്സൈറ്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ ആഡ് ചെയ്യാറുണ്ട്. ഈ ഗൂഗിൾ ആഡ് അല്ലാതെ തന്നെ ഗൂഗിളിന്റെ ആഡ് കൊടുക്കുന്ന സബ് ഏജൻസികൾ ഒരുപാടുണ്ട്. അവരുടെ വെബ്സൈറ്റ് കയറിയിട്ട് നമുക്ക് ആഡുകൾ കൊടുക്കാൻ പറ്റും. അത് ഇതുപോലെ അവർ ഗൂഗിൾ ആഡ് പോലത്തെ മറ്റുള്ള പല സെർച്ച് എഞ്ചിനായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആഡ് പ്രൊമോഷൻ ചെയ്യും. അതിനെ PPC എന്നാണ് ഷോർട്ടായിട്ട് വിളിക്കാറ്. അത് പേപ്പർ ക്ലിക്സ് ആഡ്സ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ 3 മെയിൻ ചാനൽ അല്ലാതെ മറ്റുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട്. കണ്ടന്റ് മാർക്കറ്റിംഗ് നമുക്കറിയാം, ഡിജിറ്റൽ ആയിട്ടുള്ള എന്ത് കണ്ടന്റ് ബേസ് ചെയ്തിട്ടും അത് വെച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ഉപയോഗിക്കുന്നത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസേഴ്സിന്റെ അവരെ ആ ഇൻഫ്ലുവൻസിങ് കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റിനെ, നമ്മുടെ ബ്രാൻഡിനെ, സർവീസിനെ മാർക്കറ്റ് ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റോ സർവീസോ ബ്രാൻഡോ മറ്റൊരാൾ എടുത്തിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആമസോണ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അഫിലിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഏത് പ്രൊഡക്റ്റിന്റെയും അഫിലിയേറ്റ് ലിങ്ക് എടുക്കാൻ പറ്റും.
ഇപ്പൊ ഞാന് ഒരു ഇപ്പൊ ട്രെൻഡായ ഒരു ഐഫോണിന്റെ അഫിലിയേറ്റ് ലിങ്ക് എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ എന്റെ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് വഴിയോ ഞാൻ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിലൂടെ ഏതൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഒരു കമ്മീഷൻ ഒരു 2% to 15% വരെ കമ്മീഷൻ എനിക്ക് കിട്ടും. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇന്ന് കേരളത്തില് ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന ഒരു മേഖലയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമ്മൾ കാണാറുണ്ടാവും ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ അവരെ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അതിന്റെ ആമസോൺ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്ന് പറയും. നമ്മൾ അതിലൂടെ കയറി പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിങ്ങിനും അവർക്ക് ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റ്, അഫിലിയേറ്റ് പ്രോഫിറ്റ് അവർക്ക് അവരുടെ അക്കൗണ്ടിൽ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ടാണ്. പിന്നെ മറ്റൊന്ന് വരുന്നതാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. നമ്മുടെ ഇമെയിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കമ്പനീസിന്റെ ഒരു നല്ലൊരു ടെംപ്ലേറ്റിൽ ഡിസൈൻ ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റോ അവരുടെ ബ്രാൻഡ് അവയർനെസിന്റെ ഒരുപാട് ഇമെയിൽസ് കാണാൻ പറ്റും. പ്രൊമോഷൻ ഇമെയിൽസ് എന്ന് പറയും. ഇതിപ്പോ നമുക്ക് ഏതെങ്കിലും ബ്രാൻഡഡ് കമ്പനീസ് ആണെങ്കിൽ അവരുടെ കമ്പനിയിൽ നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക, അവരെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കറക്റ്റ് റിമൈൻഡർ രൂപത്തിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ ഓഫേഴ്സ് അല്ലെങ്കിൽ അവരുടെ സർവീസിന്റെ ഓഫേഴ്സ് വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു നിശ്ചിത ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവർ റിമൈൻഡർ ആയിട്ട് നമുക്ക് നിരന്തരം അയച്ചുകൊണ്ടിരിക്കും. ഇതിനാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഇമെയിൽ മാർക്കറ്റിംഗ് നമ്മുടെ ഇന്ത്യയിൽ അത്രമാത്രം പോപ്പുലർ അല്ലെങ്കിലും വിദേശ രാഷ്ട്രങ്ങളിൽ നല്ല രീതിയിൽ തന്നെ അത് ബെനിഫിറ്റ് ആകുന്ന ഒരു മാർക്കറ്റിംഗിസ്റ്റ് ആണ്. UK, UAE പോലത്തെ വിദേശ അബ്രോഡ് കൺട്രീസില് നമുക്ക് അനുവാദമില്ലാതെ ഒരാളുടെ മെയിലിലേക്ക് ഒരു പ്രൊമോഷൻ മെയിൽ അയക്കുന്നത് വരെ വലിയൊരു എമൗണ്ട് ഫൈൻ കെട്ടാവുന്ന ശിക്ഷ നിയമമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ അത്ര വലിയ ഇഷ്യൂ ഒന്നുമില്ല, എന്നാലും നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് നിലവിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സിനെ കറക്റ്റ് അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ നമ്മുടെ ഓഫേഴ്സിന്റെ കാര്യങ്ങൾ കറക്റ്റ് നല്ലൊരു ഇമെയിൽ മാർക്കറ്റിംഗ് ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്ത് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിലവിലുള്ള എല്ലാ ക്ലയൻസിന്റെയും അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഡീറ്റെയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് അവർക്ക് ഇമെയിൽ നമുക്ക് അയക്കാൻ പറ്റും. പിന്നെ ഒന്ന് വരുന്നതാണ് ഓൺലൈൻ പബ്ലിക് റിലേഷൻ അഥവാ PR വർക്ക് എന്ന് പറയും. നമുക്കറിയാം രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്പനീസിന്റെ ഒക്കെ PR വർക്ക് എന്ന് പറയും. ആ കമ്പനിയെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള പോസിറ്റീവ് ആഡ്സ് കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ്. അത് ചിലപ്പോ ഡയറക്റ്റ് ആയിക്കോണം എന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് ഈ ഓൺലൈൻ പബ്ലിക് റിലേഷൻ PR വർക്ക് ഏറ്റവും കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യാം. ഇപ്പൊ നമ്മൾ രാഷ്ട്രീയ ഇലക്ഷൻ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഏത് രാഷ്ട്രീയ നേതാവിനെയാണ് അവരെ ആ ഒരു സമയത്ത് മാർക്കറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ കുറച്ച് മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അവരെ കുറിച്ചുള്ള പല ആർട്ടിക്കിൾസും അവരെ കുറിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസും കണ്ടന്റും നമ്മൾ പല അക്കൗണ്ട്സ് വഴി പല മീഡിയാസ് വഴി പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങും. ഡയറക്റ്റ് അല്ലാതെ തന്നെ ആളുകളുടെ ഇടയിൽ അവരെ കുറിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ PR വർക്ക് അത് ഒരു കമ്പനിയെ ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട്, വ്യക്തിപരമായിട്ട് ചെയ്യുന്ന പ്രോസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ടാണ്. പിന്നെ ഒന്ന് വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രെൻഡായ എന്ത് സംഭവമാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഓട്ടോമാറ്റിക് അത്യാവശ്യം റീച്ച് കയറും. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇവിടെ കുറച്ച് ദിവസം ഊട്ടിയിലേക്ക് ഒരു യാത്ര, അപ്പൊ നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് കാണുന്ന കാരണം അതൊരു ട്രെൻഡിങ് കണ്ടന്റ് ആണ്. അപ്പൊ ട്രെൻഡ് ചെയ്യുന്നത് എന്താണോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിംഗ് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആ ടോപ്പിക് ട്രെൻഡാണ്, അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആ കണ്ടന്റ് സജസ്റ്റ് ചെയ്യും, അത് ഏത് സോഷ്യൽ മീഡിയ ചാനലാണെങ്കിലും. പിന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ഇൻഫ്ലുവൻസറായി മാറുക എന്നുള്ളതാണ്. പിന്നെ കോണ്ടന്റ് മാർക്കറ്റിംഗ്. അപ്പൊ ഇത്രയും മാർക്കറ്റിംഗ് ചാനൽസ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പാർട്ടാണ്. അപ്പൊ ഈ ഒരുപാട് മാർക്കറ്റിംഗ് ഇത് കൂടാതെ തന്നെ വരുന്നതാണ് വാട്സപ്പ് മാർക്കറ്റിംഗ് ഔദ്യോഗികമായിട്ട് വാട്സപ്പ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇനി അവർ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത് സ്റ്റോറിയിൽ. അതുപോലെ നമ്മുടെ വാട്സപ്പിലൊക്കെ ആഡ് വരും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ നമുക്കത് ഉപയോഗിച്ച് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ബൾക്കായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റും, ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ടോ പേഴ്സണൽ ആയിട്ടോ നമുക്ക് ബൾക്ക് വാട്സപ്പ് സെന്റർ. അതുപോലെ API ഇന്റഗ്രേഷൻ ചെയ്തിട്ട് നമുക്ക്
വാട്സപ്പ് ചാറ്റ് ബോട്ടുകൾ ഉണ്ട്. അത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കണക്ട് ചെയ്യുന്ന ആരാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അവരെ പേഴ്സണൽ ഡാറ്റ നമുക്ക് എടുത്തിട്ട് അവരോട് ഓട്ടോമാറ്റിക് ലീഡ് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വാട്ടി പോലത്തെ ഒരുപാട് വാട്സപ്പ് API ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ പെയ്ഡ് ആയിരിക്കും. അത് എടുത്ത് നമ്മുടെ വാട്സപ്പിനായിട്ട് കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ രണ്ടായിട്ടുണ്ട്, ഗ്രീൻ ടിക്ക് ഉള്ളതുകൊണ്ട് ഗ്രീൻ ടിക്ക് ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്. ഗ്രീൻ ടിക്ക് ഉള്ള API ഉണ്ട്. അത് ഒന്നും കൂടെ പ്രീമിയം കാറ്റഗറി അല്ലെങ്കിൽ വാട്സപ്പിന്റെ API അവർ സെല് ചെയ്യുന്നതാണ്. അതല്ലാതെ ഫേക്ക് ആയിട്ട്, അതായത് ഹാക്ക് ചെയ്തിട്ട് വാട്സപ്പിന്റെ ഓരോ സമയത്തും API ഇന്റഗ്രേഷൻ ചെയ്യുന്ന കുറെ കമ്പനീസ് ഉണ്ട്. പക്ഷെ അതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണമായിരുന്നു. കാരണം ഏതെങ്കിലും സമയത്ത് ബാൻ ആയി കഴിഞ്ഞാൽ അവർ പുതിയ സോഫ്റ്റ്വെയർ ഇറക്കും. അപ്പൊ അതും നമ്മുടെ കസ്റ്റമർ റിലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവരെ ലീഡ്സ് എടുക്കാനോ നമ്മുടെ ബിസിനസ്സിക്ക് ലീഡ്സ് എടുക്കാനോ അവരായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ API ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ വ്യത്യസ്തമായ മാർക്കറ്റിംഗ് ചാനൽസ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു വലിയൊരു മേഖലയാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. അതിന്റെ ഫുൾ ഫോം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏത് സെർച്ച് എഞ്ചിൻ ആണെങ്കിലും ആ സെർച്ച് എഞ്ചിനിൽ നമ്മുടെ ബിസിനസ്സോ നമ്മുടെ പ്രൊഡക്റ്റോ നമ്മുടെ സർവീസോ ബന്ധപ്പെട്ട് ആളുകൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സ് അഥവാ കീവേഡ്സ് എന്ന് പറയും. അത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഫ്രണ്ടിലേക്ക് വരണം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ഏറ്റവും ഗൂഗിളിന്റെ അല്ലെങ്കിൽ യാഹൂ അല്ലെങ്കിൽ ബിങ് പോലത്തെ സെർച്ച് എഞ്ചിനിൽ ഫ്രണ്ടിലേക്ക് നമ്മളെ പ്രൊഫൈല് വരണം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വരണം. അത് വരണമെങ്കിൽ ഏത് സെർച്ച് എഞ്ചിൻ ആണെങ്കിലും അതിന് കുറെ ക്രൈറ്റീരിയാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്രൈറ്റീരിയ ബേസ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനെ ടെക്നിക്കലായിട്ടും അതുപോലെ തന്നെ കണ്ടന്റ് ബേസ് ആയിട്ടും നമ്മൾ അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് SEO എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ സെർച്ച് എഞ്ചിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിനെ പാകപ്പെടുത്തുകയും നമ്മുടെ വെബ്സൈറ്റിനെ റാങ്ക്ഡ് വെബ്സൈറ്റിൽ നിന്ന് കുറെ റെഫറൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ ഡൊമൈനെ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ആവുകയും ഗൂഗിളിന്റെ സെർച്ചിൽ ഫ്രണ്ടിലേക്ക് വരികയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് SMO അഥവാ സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അത് പെയ്ഡ് അല്ല, അത് സോഷ്യൽ മീഡിയാസിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് പ്രൊഫൈൽ അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് മാനേജ് ചെയ്ത് അതിൽ കണ്ടന്റും കാര്യം ഇട്ടു പോകുന്നതിനാണ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്ന ഫസ്റ്റ് വൺ SEO, ദെൻ SMO സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ. ഈ 2 കാറ്റഗറിയും പെയ്ഡ് അല്ല. ഇതിന് നമുക്ക് ആർക്കും ക്യാഷ് ഒന്നും കൊടുക്കേണ്ട, നമുക്കത് ചെയ്യാൻ അറിഞ്ഞാൽ മതി, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് SEM, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ വഴി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റോ ബ്രാൻഡോ സർവീസോ പ്രൊമോഷൻ ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ കാണുന്ന ഗൂഗിളുമായി കണക്ട് ചെയ്ത ദശലക്ഷക്കണക്കിന് വെബ്സൈറ്റുകളിലും ആപ്ലിക്കേഷനിലും നമ്മൾ പരസ്യം കാണാറുണ്ടാവും. നമ്മുടെ മൊബൈലിലൊക്കെ പല ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പരസ്യങ്ങൾ വരാറുണ്ട്, യൂട്യൂബിൽ പരസ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സ്പോൺസേഡ് ആഡ് ആയിട്ട് കാണിക്കാറുണ്ട്, സെർച്ചിൽ കാണിക്കും, അതുപോലെ ഡിസ്പ്ലേയിൽ കാണിക്കും, അതുപോലെ വീഡിയോസിൽ കാണിക്കും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ സെർച്ച് എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് ഏരിയയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്നത് SMM, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമുക്കറിയാം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ അഥവാ X പോലത്തെ സോഷ്യൽ മീഡിയാസിൽ നമുക്ക് ആവശ്യമുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് ആവശ്യമുള്ള ഏരിയാസും ആളുകളെയും അവരെ ബിഹേവിയർ, അവരെ ഇൻട്രസ്റ്റ്, അവരെ ഡെമോഗ്രാഫിക്സ്, അവരെ ഏജ്, ഇതെല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആഡ് നമുക്ക് ആവശ്യമുള്ള ആളുകളെ കാണിക്കാൻ പറ്റും. അപ്പൊ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും പെയ്ഡ് ആണ്. അതിന് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ ക്യാഷ് കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ SEO ആൻഡ് SMO നമുക്ക് പെയ്ഡ് അല്ല, അത് നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി, നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. SEM സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഗൂഗിള്, ബിങ്, യാഹൂ, ഇൻഡെക്സ് പോലെ സെർച്ച് എഞ്ചിനിൽ പെയ്ഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. SEO എന്ന് പറഞ്ഞാൽ ഗൂഗിള്, ബിങ്, യാഹൂ പോലത്തെ സെർച്ച് എഞ്ചിനിൽ ഓർഗാനിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. SMM സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ് പോലത്തെ സോഷ്യൽ മീഡിയാസിൽ പെയ്ഡ് ആണ്. പിന്നെ വരുന്ന ഡയറക്റ്റ് പുഷ് ഇമെയിൽ, നമ്മുടെ ഇമെയിൽ മാർക്കറ്റിംഗ് നമുക്ക് ട്രയൽ വേർഷൻ
ഒരു പരിധി വരെ നമുക്ക് ഇത്ര ഇമെയിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പെയ്ഡ് ആയിരിക്കും. അതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് പേയ്മെന്റ് ചെലവില്ല, PR വർക്കിന് നമുക്ക് പേയ്മെന്റ് ചെലവില്ല, സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ അതിനും പേയ്മെന്റ് ചെലവില്ല. അപ്പൊ ഒരു പെയ്ഡും പെയ്ഡ് അല്ലാതും നമ്മൾ ഒരു വ്യത്യാസമാണ് ഇത് കാണിച്ചത്. ഇനി എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അഥവാ അതിന് ഷോർട്ടായിട്ട് SMM എന്ന് പറയും. SMM ഈസ് എ ഫോം ഓഫ് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ദാറ്റ് യൂട്ടിലൈസ് എ സോഷ്യൽ നെറ്റ്വർക്ക് വെബ്സൈറ്റ് ആസ് എ മാർക്കറ്റിംഗ് ടൂൾ. The goal of SMM is produce content that users will share their social network to help company increase brand exposure and broaden customer reach. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോഷ്യലായിട്ട് നമുക്ക് ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ തോട്ട്സും അവരുടെ കണ്ടന്റ്സും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ, സ്നാപ്ചാറ്റ്, ഷെയർചാറ്റ് തുടങ്ങിയ ഒരുപാട് നിരവധി സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അപ്പോൾ ഇത് ആളുകളുടെ സോഷ്യൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു മാർക്കറ്ററെ സംബന്ധിച്ചുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ബ്രാൻഡ് അവയർനെസ്. ഏറ്റവും കൂടുതൽ ബ്രാൻഡ് അവയർനെസ് നൽകുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. മറ്റൊന്ന് ഇംപ്രൂവ്ഡ് സെർച്ച് റാങ്കിങ്. നമുക്ക് സെർച്ചിലേക്ക് പെട്ടെന്ന് നമ്മളെ റഹ്മാൻക ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? റഹ്മാൻക ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഞാൻ അവിടെ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ മോർ ഇൻബൗണ്ട് ട്രാഫിക്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊടുക്കുകയും വെബ്സൈറ്റിൽ നിന്ന് മറ്റുള്ള പേജിലേക്ക് ട്രാഫിക് കൊടുക്കാനും സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് നല്ല രീതിയിൽ ഉപകരിക്കും. ഹൈ കൺവേർഷൻ റേറ്റ് ആണ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കൺവേർഷൻ റേറ്റ് ഉള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ, ഏറ്റവും കൂടുതൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റ് ഉപയോഗിച്ചാണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യത്യസ്ത ടൈപ്പിൽ ആഡ്സ് കാണാൻ പറ്റും. ഡൊമൈൻ ആഡ്സ്, മൾട്ടി പ്രൊഡക്ട്സ് ആഡ്സ്, കറോസൽ ടൈപ്പ്, ഓഫർ ആഡ്സ്, വീഡിയോ ആഡ്സ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറിയിൽ കാണുന്ന മറ്റു ആഡ്സുകളാണ്. ഈ സോഷ്യൽ മീഡിയാസിൽ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ അതിന് താഴെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. മുൻകൂട്ടി പറയണമെന്ന് പറഞ്ഞില്ല എന്നോട്. അറിയോ? റഹ്മാൻഖാനെ മൈക്ക് ഓഫ് ചെയ്യൂ. റഹ്മാൻഖാൻ മ്യൂട്ട് അടിക്കൂ. ഓക്കെ. അപ്പോ നമുക്ക് ആഡിന്റെ താഴെ ഇവിടെ കാണാൻ പറ്റും സ്പോൺസേർഡ് എന്ന് കാണാൻ പറ്റും. ഇത് കാണുന്നുണ്ടാവും അല്ലെ? അപ്പൊ സ്പോൺസേർഡ് എന്ന് കാണുന്നത് പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ആണ്. ഇത് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 4 കണ്ടന്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആഡ് ആയിരിക്കും. എന്താണെങ്കിലും ഒരു 4 പോസ്റ്റിന്റെ അല്ലെങ്കിൽ കണ്ടന്റിന്റെ താഴെ ആയിട്ട് ഒരു ആഡ് വരും. അതാണ് ഇപ്പൊ അവരെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒരു 10 സ്ക്രോൾ ചെയ്താല് ഒരു സ്ക്രോളിൽ ഒരു ആഡ് എന്നുള്ള രൂപത്തിൽ വരികയാണെങ്കിൽ തന്നെ 10 സ്ക്രോൾ ചെയ്താൽ ഒരുപാട് ആഡുകൾ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഇപ്പോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഹൈലി റെക്കമെൻഡഡ് ആണ്. എല്ലാവരും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഈ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ആളുകളെ ഇമ്പാക്ട് ചെയ്യാൻ, ഒന്നും കൂടെ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കണ്ടന്റ് നമ്മളെ ഭാഗത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് ഒന്നും കൂടെ അറ്റൻഷനും അട്രാക്ഷനും കിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്ക്രോളിങ്ങിൽ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ആണെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന ഇടയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കുക, അത് തിരക്കിടില്ലല്ലോ. അല്ലെങ്കിൽ അവരെ മൈൻഡിനെ ഇമ്പാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കോമ്പറ്റീഷൻ കൂടും തോറും ഇവിടെ ഈ ഒരു മേഖല അത്ര സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കാണുന്ന ആഡുകളാണ് ഫോട്ടോ ആഡ്സ്, വീഡിയോ ആഡ്സ്, കറോസൽ ആഡ്, സ്റ്റോറി ആഡ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പിൽ സോഷ്യൽ മീഡിയാസിൽ ആഡ് കാണാൻ പറ്റും. അതേപോലെ തന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ടാണ്. അതായത് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന്റെ ഒരു പാർട്ടാണ് യൂട്യൂബ്. പക്ഷെ ഇന്ന് അത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് മാറിയിട്ടുണ്ട്. മുമ്പ് അത് ഒരു സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിന്റെ മാത്രം പാർട്ടായിരുന്നത്
ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് യൂട്യൂബ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്കായി. കാരണം ആളുകൾ അവരുടെ അവരെ കണ്ടന്റും കാര്യങ്ങളും ഷെയർ ചെയ്യാനും സോഷ്യൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ സോഷ്യൽ മീഡിയ എന്ന കാറ്റഗറിയിലേക്ക് യൂട്യൂബ് മാറിക്കഴിഞ്ഞു. അപ്പൊ യൂട്യൂബിൽ നമ്മൾ കാണുന്നുണ്ടാവും ഒരുപാട് ടൈപ്പ് ആഡ്, ഡിസ്പ്ലേ ആഡ്സ്, ഓവർലി ആഡ്സ്, അതുപോലെ തന്നെ നോൺ സ്കിപ്പബിൾ ആഡ്സ്. ചില ആഡുകൾ നമുക്കറിയാം സ്കിപ്പ് ചെയ്യാൻ പറ്റും, ചില ആഡുകൾ സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. ഒരു 15 സെക്കൻഡുള്ള അതിൽ കുറഞ്ഞ വീഡിയോസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് നോൺ സ്കിപ്പബിൾ ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ആഡ് നിർബന്ധമായിട്ടും എല്ലാവരും കാണും, ഷുവറാണ്. പക്ഷെ അതിന് കണ്ടീഷൻ എന്താ വെച്ചാൽ ലെങ്ത് കുറഞ്ഞ 15 സെക്കൻഡിനുള്ളിൽ ഒതുങ്ങുന്ന വീഡിയോ ആവണം. അല്ലെങ്കിൽ പിന്നെ 5 സെക്കൻഡ് കഴിഞ്ഞാൽ സ്കിപ്പ് ബട്ടൺ വരും, നോൺ സ്കിപ്പബിൾ ആഡ്സ് ആയി മാറും. അല്ലെങ്കിൽ പമ്പർ ആഡ്സ്, സ്പോൺസേർഡ് കാർഡ്സ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പില് യൂട്യൂബിൽ ആഡ്സ് ഉണ്ട്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ PPC അഥവാ പേപ്പർ ക്ലിക്സ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പേപ്പർ ക്ലിക്സ് ആഡ്സ് എന്താണ്? പേപ്പർ ക്ലിക്ക് ആഡ്സ് പേപ്പർ ക്ലിക്ക് മാർക്കറ്റിംഗ് ഈസ് എ വേ ഓഫ് യൂസിങ് സെർച്ച് എഞ്ചിൻ അഡ്വർടൈസിംഗ് ടു ജനറേറ്റ് ക്ലിക്ക് ടു യുവർ വെബ്സൈറ്റ് റദർ ദാൻ ഏർണിംഗ് ടു ദോസ് ക്ലിക്ക് ഓർഗാനിക്കലി. അതായത് പെയ്ഡ് ആയിട്ട് സെർച്ച് എഞ്ചിനിൽ നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് മെത്തേഡാണ് PPC. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. സെർച്ച് എഞ്ചിൻ ത്രൂ ചെയ്യുന്ന ആഡ്സിനാണ് പേപ്പർ ക്ലിക്സ് ആഡ്സ് PPC എന്ന് പറയുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് മെഷറബിൾ റിസൾട്ട്. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റിസൾട്ട് കിട്ടും. യു ഓൺലി പേ ഫോർ ക്ലിക്ക്. നമുക്ക് ഒരു ക്ലിക്കിനാണ് പേയ്മെന്റ് വരിക. അപ്പൊ നമുക്ക് എത്ര ക്ലിക്ക് വന്നോ അതാ CPC എന്ന് പറയും, ക്ലിക്ക് പെർ കോസ്റ്റ്. CPC എന്ന് പറഞ്ഞാൽ ക്ലിക്ക് പെർ കോസ്റ്റ്. CPC ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പേയ്മെന്റ് വരിക. അപ്പൊ നമുക്കൊരു 100 ക്ലിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലിക്കിന് 1 രൂപയാണ് എമൗണ്ട് എങ്കിൽ നമുക്ക് 100 രൂപയാണ് എന്ത് ചെയ്യുക? സ്പെൻഡ് ചെയ്യാം. അപ്പൊ ക്ലിക്കിന് അവിടെ പേയ്മെന്റ് വരിക. അതുപോലെ തന്നെ ട്രാഫിക് ടാർഗറ്റഡ്. നമുക്ക് ട്രാഫിക് വെബ്സൈറ്റിലേക്ക് ഒരു എൻട്രി, ഒരു യൂസർ വരുന്നതിനാണ് ട്രാഫിക് എന്ന് പറയാം. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു IP അഡ്രസ്സിന് ഒരു എൻട്രി വരുന്നതിന് അല്ലെങ്കിൽ ഒരു യൂസർ വരുന്നതിനാണ് ട്രാഫിക് എന്ന് പറയാം. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു ക്യാമ്പയിൻ ആണ് ശരിക്കും സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിൽ ഉപയോഗിക്കുന്ന PPC ക്യാമ്പയിൻസ്. ഓക്കെ. പിന്നെ അതുപോലെ ഗെറ്റ് ഓൺ ദ ടോപ്പ് സ്പോട്ട് ഓഫ് ഗൂഗിൾ സെർച്ച്, ഗൂഗിൾ പേജ് സെർച്ച് റിസൾട്ട് ഇൻസ്റ്റന്റ്ലി. അതായത് SERPയില് ഗൂഗിൾ സെർച്ച് റിസൾട്ടില് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 1 or 2 or 3 ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് SEO റാങ്കോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ഗൂഗിളിന്റെ ഫ്രണ്ടില് നമ്മുടെ വെബ്സൈറ്റിനെ കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഗൂഗിൾ മൈ ബിസിനസിനെ കാണിക്കാൻ ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് പറ്റും. പക്ഷെ ഇതിനൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണിക്കുള്ളൂ. പേയ്മെന്റ് കഴിഞ്ഞാൽ നമ്മളത് കാണിക്കില്ല. അപ്പൊ ക്യാഷ് ഇട്ടിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന ഒരു മാസം നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാസം ഗൂഗിളിന്റെ സെർച്ചിൽ ഫസ്റ്റ് 1, 2, 3 പൊസിഷനിൽ എന്ത് ചെയ്യും? നമ്മൾ ആഡ് മാറിക്കൊണ്ടേ ഇരിക്കും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യമുള്ള കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുക എന്നത് അതിന് എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും പ്രൊജക്ട് മാനേജ്മെന്റ് ആപ്പ് എന്നത്. അപ്പൊ ആളുകളെ സംബന്ധിച്ച് ആളുകൾക്ക് നമ്മളെ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ വാങ്ങണം നിർബന്ധമോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അവർക്ക് അറിയൊന്നും ഉണ്ടാവില്ല. അവർക്ക് അറിയുന്നത് അവർക്ക് വേണ്ട പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സർവീസിനോ ആണ്. അപ്പോ ഇവിടെ ഒരാൾ അടിക്കുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ആപ്പ്, പ്രൊജക്ട് മാനേജ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അയാളെ നീഡ്സ്. അപ്പൊ അവരവിടെ സെർച്ച് ചെയ്യുക. അപ്പൊ ഈ സെർച്ചിങ് വേർഡ്സിനാണ് കീവേഡ്സ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ അവിടെ സെർച്ച് ചെയ്തപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3-4 റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. ഈ 4 റിസൾട്ടിലും ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആഡ് എന്ന് ഡാർക്ക് ആയിട്ട് കാണാൻ പറ്റും, ഒരു ആഡ് എന്ന മാർക്ക് കാണാൻ പറ്റും. ഇത് ആഡ് എന്ന് കാണിക്കുന്നത് ഇത് ഗൂഗിളിന് പെയ്ഡ് ചെയ്തിട്ട് ക്യാഷ് കൊടുത്തിട്ട് PPC ആഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഗൂഗിളിന്റെ ഫ്രണ്ടിൽ കാണിക്കുന്ന ഈ 3-4 റിസൾട്ടും പെയ്ഡ് ക്യാമ്പയിൻ വഴി അഥവാ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് വഴി ക്യാമ്പയിൻ ചെയ്തിട്ട് കാണിക്കുന്ന ആഡാണ്. അതുകൊണ്ടാണ് ആഡ് എന്ന് കാണുന്നത്. നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും ഈ ആഡ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് പെയ്ഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന ആപ്പ് അവർ ബിഡ് ചെയ്തിട്ടുണ്ട്. അവരെ ക്യാമ്പയിനിൽ അവർ പെയ്ഡ് ചെയ്തിട്ട് ഈ കീവേഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കീവേഡിൽ അവരുടെ ആഡ് കാണുന്നത്. അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞു SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ.
SEO means search engine optimization and is the process used to optimize website technical configuration, content relevance, and link popularity, so its a page can become easy to findable, more relevant and popular toward user search queries as a consequence search engine rank than better. അതായത് SEO എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. നമ്മുടെ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ടെക്നിക്കലി കോൺഫിഗറേഷനും കണ്ടന്റ് റിലവൻസും ആൻഡ് ലിങ്ക് പോപ്പുലാരിറ്റിയും ഈ ഒരു 3 കാറ്റഗറീസ് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മളത് എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിനെ കാണിക്കും. അത് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ അല്ല കേട്ടോ, നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ചിലപ്പോൾ നമുക്കോ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർക്കോ മാത്രമേ അറിയുള്ളൂ. ആളുകൾക്ക് ആവശ്യമുള്ള നീഡ്സ് ആണ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ബിസിനസ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എന്നടിക്കുമ്പോൾ എൻ്റെ വെബ്സൈറ്റ് വരണം. അപ്പോഴാണ് എൻ്റെ സൈറ്റ് എന്ത് ചെയ്യുള്ളൂ, റാങ്ക്ഡ് ആയി, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഓർഗാനിക് ആയിട്ട് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മോർ റെലവെന്റ് ആൻഡ് പോപ്പുലർ ടുവേർഡ്സ് യൂസർ സെർച്ച് ക്വറീസ്. ആളുകൾ സെർച്ച് ചെയ്യുന്ന റിലവന്റ് ആയ ക്വറീസ് അല്ലെങ്കിൽ കീവേഡ്സിനാണ് ക്വറീസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് റാങ്ക് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസസ്സ്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റോ നമ്മുടെ പ്രൊഫൈലോ ഫ്രണ്ടിലേക്ക് വരും. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള സെർച്ച് ട്രാഫിക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. ഓർഗാനിക് എന്ന് പറയും ജെന്യൂൻ ആയിട്ട് ആവശ്യക്കാരായ ആളുകളായിരിക്കും സെർച്ച് ചെയ്യുക. ഇപ്പൊ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ അത് എനിക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ടായിരിക്കും. 90% ആവശ്യമുള്ള ആളുകളാണ് അങ്ങനെ സെർച്ച് ചെയ്യുക. അങ്ങനെ കാണുന്ന റിസൾട്ടിൽ എന്റെ സൈറ്റ് ഫസ്റ്റ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ തേർഡോ ഫസ്റ്റ് പേജിലെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകൾ അപ്രോക്സിമേറ്റ്ലി ഒരു മാസം 1000 മുതൽ 1,00,000 വരെ ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ശതമാനം ആളുകൾ എന്ത് ചെയ്യും, എന്റെ വെബ്സൈറ്റിലേക്ക് വരികയും അതിന് ഒരു മിനിമം ഒരു 10% എങ്കിലും നമ്മുടെ ബിസിനസ്സിക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഈ കൺവേർട്ട് ചെയ്യാനെങ്കിലും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഓർഗാനിക് ആയിട്ട് ട്രാഫിക്, സെർച്ച് ട്രാഫിക്കിനെ കൊണ്ടുവരാൻ പറ്റും. ജനറേറ്റ് ലീഡ്സ് കോസ്റ്റ് എഫക്റ്റീവ്ലി. നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ പൈസ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് SEO ചെയ്യാനുള്ള നോളജ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു പേയ്മെന്റും ഇല്ലാതെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ജെന്യൂൻ ആയിട്ടുള്ള എൻക്വയറീസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് വെരി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് ബ്രാൻഡ് അവയർനെസ്. നമ്മുടെ ബ്രാൻഡ് എന്ത് ചെയ്യുക, എവിടെ സെർച്ച് ചെയ്താലും നമ്മുടെ ബ്രാൻഡ് ഇങ്ങനെ എല്ലായിടത്തും കാണിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രാൻഡിന് നല്ല അവയർനെസ് കിട്ടും. ബിൽഡ് എ ട്രസ്റ്റ്. നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രാൻഡിനെ ആളുകൾക്ക് വിശ്വസ്തത ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും എന്റെ വെബ്സൈറ്റ് ആളുകൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് എന്തുണ്ടാവും, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും അവരുടെ മൈൻഡിലേക്ക്. അപ്പൊ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഇത് സാധിക്കും. കാരണം സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ആരാണോ അവരോട് ആ ഒരു വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കാൻ സാധ്യത. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫസ്റ്റ് ഗൂഗിൾ വെബ് ഡെവലപ്മെന്റ് ക്ലാസ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിന്റെ വന്ന റിസൾട്ടാണ് ഈ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് 2 ഇവിടെ ആഡ് എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് കളറിൽ. അത് രണ്ടും പെയ്ഡ് ആഡ് ആണ്. അതാ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് വഴി പേപ്പർ ക്ലിക്സ് ആഡ്സ് ആണ്. അതുകൊണ്ട് ഇവിടെ പെയ്ഡ് ആഡ്സ് എന്ന് കാണാൻ പറ്റും. അതിന്റെ താഴെ കാണുന്നതിന് ആഡ്സ് എന്ന മാർക്ക് കാണാൻ പറ്റില്ല. ഇത് ശരിക്കും SEO ചെയ്ത് റാങ്ക് കൊണ്ടുവന്ന സൈറ്റുകളാണ്. ഓർഗാനിക് ആയിട്ട് റിസൾട്ട് കിട്ടിയ സൈറ്റാണ്. അപ്പൊ ഈ ഉഡ്മി അക്കാദമിയുടെയും അതുപോലെ കോഴ്സറ എന്ന് പറഞ്ഞ 2 ഓൺലൈൻ പ്ലാറ്റ്ഫോമും അവർ SEO വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് വെബ് ഡെവലപ്മെന്റ് ക്ലാസ് എന്ന കീവേഡിൽ അവർ ഫസ്റ്റ് റാങ്കിലും കോഴ്സറ സെക്കൻഡ് റാങ്കിലും വരാൻ കാരണം. എന്നാൽ ഇവിടെ ഫസ്റ്റ് കാണിക്കുന്ന ലൈറ്റ് ഹൗസ് ലാബ്സ് എന്ന് പറയുന്ന ഉഡ്മിയുടെ മറ്റൊരു വെബ്സൈറ്റിലെ ലിങ്കും സെയിം വെബ്സൈറ്റിനെ ഇത് രണ്ടും പെയ്ഡ് ആയിട്ട് അവർ ഇതേ കീവേഡിൽ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അതായത് PPC ആഡ് റൺ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ഒരു വേ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് 1 ഡിഫൈൻ യുവർ ഗോൾ. അപ്പൊ നമ്മൾ നിങ്ങളെ ബിസിനസിനെ സംബന്ധിച്ചാകുമ്പോൾ നിങ്ങൾ ഫസ്റ്റും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളെ ഗോൾ എന്താണെന്നല്ല.
ഡിജിറ്റൽ മാർക്കറ്റ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ചിലപ്പോൾ ചില കമ്പനീസ് ഒരു ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കാനായിരിക്കും, ചില കമ്പനീസ് അവരെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിരിക്കും, ചില കമ്പനീസ് അവരുടെ സർവീസ് സെല് ചെയ്യാനായിരിക്കും. അപ്പോൾ പല ആളുകൾക്കും പല നീഡ്സ് ആയിരിക്കും. അപ്പൊ അവരുടെ ഗോൾ എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഗോൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യാനുള്ളത് അവരുടെ ബിസിനസ് അസറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് എന്തൊക്കെ അസറ്റ്സ് ആണ് അവർക്കുള്ളത് എന്നാണ്. അസറ്റ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് എന്തുണ്ടോ അതിനൊക്കെ അസറ്റ് എന്ന് പറയാം. ഇപ്പൊ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് അസറ്റാണ്, ഗൂഗിൾ മൈ ബിസിനസ് ഉണ്ടെങ്കിൽ അത് അസറ്റാണ്, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് അസറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന, നിങ്ങളുടെ ബിസിനസിനെ അഡ്രസ്സ് ചെയ്യുന്ന എന്തുണ്ടോ ഇതിനൊക്കെ നമുക്ക് അസറ്റ് എന്ന് പറയാം. അപ്പൊ നിലവിൽ നിങ്ങൾക്ക് എന്തൊക്കെ അസറ്റ്സ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിൽ എന്തൊക്കെ അസറ്റ്സ്, ഏതൊക്കെ അസറ്റ് നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ നിങ്ങളെ ബഡ്ജറ്റ് തീരുമാനിക്കുക. നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നിങ്ങളെ ബിസിനസിന്റെ ഗോള് ഡിഫൈൻ ചെയ്യാൻ വേണ്ടത്. ദെൻ അടുത്തത് ഡിഫൈൻ യുവർ ഓഡിയൻസ്. ഇത്രയും കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസിനെ കുറിച്ച് പഠിക്കാൻ, ലേൺ അബൌട്ട് ദ ഓഡിയൻസ്. നിങ്ങളുടെ ഓഡിയൻസിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് അവയർനെസ് കൊടുക്കുന്നത് ആരോ അവരെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോ ഞാൻ പറയുന്നത് ഇപ്പൊ എൻ്റെ ഒരു ഫീൽഡ് വെച്ചിട്ട് പറയാട്ടോ, മാറ്റി പറയണമെങ്കിൽ അങ്ങനെ പറയാം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മഞ്ചേരിയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവിടെ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ +2 കഴിഞ്ഞ് എന്തെങ്കിലും കോഴ്സ് പഠിക്കണം എന്ന് താല്പര്യമുള്ള +2 കഴിഞ്ഞ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ്, അതും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലും ഓൺലൈൻ ജോബിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയ്ക്ക് എന്തെങ്കിലും ജോബ് നോക്കുന്ന ആളുകൾ. അപ്പൊ ആ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 22 വയസ്സ് മുതൽ 30 വയസ്സിന്റെ ഇടയിലുള്ള ആളുകളാണ്. അപ്പൊ എന്റെ ഓഡിയൻസിന്റെ ഏജ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്റെ ഓഡിയൻസിന്റെ അവരെ ഇൻട്രസ്റ്റ്, അവരെ എന്തൊക്കെ താല്പര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഓഡിയൻസ് യൂത്ത് ആണ്. അപ്പൊ അവരുടെ പൊതു താല്പര്യങ്ങൾ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ പൊതു ബിഹേവിയർ എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതേ രൂപത്തിൽ നിങ്ങളുടെ ബിസിനസ്സിലെ നിങ്ങളെ ഓഡിയൻസിന്റെ ബിഹേവിയർ, അവരുടെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. യൂസ് സെർച്ച് ടൂൾസ് ടു ബിൽഡ് ഓഡിയൻസ് പേരസോണ. അതിന് കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ. അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ് ബൈങ് ഹാബിറ്റ്, അവരുടെ ഹാബിറ്റ്. അതായത് ഇപ്പൊ നിലവിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാല്, ഈ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇവരൊക്കെ നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ ഗൂഗിളിന്റെ ഒരു അക്കൗണ്ട് നമുക്ക് തന്നു, ഗൂഗിളിന്റെ ഇമെയിൽ തന്നു, 15 GB സ്റ്റോറേജ് തന്നു. 15 GB വരെ നമുക്ക് അതിൽ ഫ്രീ ആയിട്ട് സ്റ്റോർ ചെയ്യാം. അതുപോലെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഇൻസ്റ്റഗ്രാം എന്ന പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ട് തന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഇതെല്ലാം നമുക്ക് പല കമ്പനീസും ഫ്രീ ആയിട്ട് തരുന്നതിന്റെ ഉദ്ദേശം നമ്മളോട് അവർക്കുള്ള സ്നേഹമൊന്നുമല്ല. അവർ നമുക്ക് തരുന്നത് ആളുകളുടെ ഇൻട്രസ്റ്റും ബിഹേവിയറും ആളുകളുടെ പൊതു താല്പര്യങ്ങളും സ്വഭാവങ്ങളും അവരുടെ ഹാബിറ്റും ഐഡന്റിഫൈ ചെയ്യാനും അത് ഉപയോഗിച്ച് പല കമ്പനീസിനും മാർക്കറ്റിംഗ് ചെയ്യാൻ ഈ ഡാറ്റനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇങ്ങനെ ആളുകളെ അടുത്തുനിന്ന് എടുക്കുന്ന ആളുകളുടെ ഇൻട്രസ്റ്റ്, ബിഹേവിയർ, അവരെ ലൊക്കേഷൻ ബേസ് ചെയ്ത് അവര് ഏതൊക്കെ ഷോപ്പിൽ പോയി വന്നു, അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേസിൽ അവർ പോയി വന്നു എന്നിവരെ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റണം, ഫെച്ച് ചെയ്യാൻ പറ്റണം. അപ്പൊ അവരെ കുറിച്ച് നമുക്ക് നല്ലൊരു നോളേജ് വേണം. അവര് എന്ത് താല്പര്യക്കാരാവണം, ഏത് കാറ്റഗറി ആവണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുമ്പൊരു കമ്പനി വർക്ക് ചെയ്ത സമയത്ത് ഒരു 4-5 വർഷം മുമ്പാണ്, ഗ്രീൻ ടീ നമ്മുടെ നാട്ടില് അത്ര പോപ്പുലർ അല്ല, സ്റ്റാർട്ടിങ് സമയമായിരുന്നു. അന്ന് ഗ്രീൻ ടീ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന സമയം. അപ്പൊ ഫസ്റ്റ് ഒരു കമ്പനി എന്ത് ചെയ്തു, നമ്മൾ സമീപിച്ചു, അവർക്ക് ഗ്രീൻ ടീ മാർക്കറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ആ സമയത്തൊന്നും നമ്മുടെ അവിടെ കൂടുതൽ ഗ്രീൻ ടീ കേട്ടിട്ടില്ല, വളരെ റയർ ആയിട്ടാണ് ഗ്രീൻ ടീ ഉണ്ടാവുള്ളൂ. അപ്പൊ കൂടുതൽ ആളുകൾക്കും അറിയില്ല. അപ്പൊ അതവിടെ മാർക്കറ്റ് ചെയ്യണം. അപ്പൊ അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണേ, ആ പ്രൊഡക്റ്റിനെ കുറിച്ചും
അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആളുകളെ കുറിച്ചും പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ബഡ്ജറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മധുരം ഇടാതെ ഷുഗർ പേഷ്യൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഫിനാൻഷ്യലി അത്യാവശ്യം എബോ ആവറേജ് അല്ലെങ്കിൽ റിച്ചസ്റ്റ് ടീമാണ് എന്ത് ചെയ്യുക, ഗ്രീൻ ടീ ഉപയോഗിക്കുക. ഇന്നിപ്പോ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 5-6 വർഷം മുമ്പത്തെ കേസാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ആളുകളെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ ഷുഗർ പേഷ്യൻസ്, അതുപോലെ ഹെൽത്ത് നോക്കുന്ന ആളുകള്, ഇങ്ങനത്തെ ആളുകളെ കാറ്റഗറി ചെയ്യാനായിരുന്നു അന്ന് ഞങ്ങൾ നോക്കി. അപ്പൊ അന്ന് ഞങ്ങൾ കണ്ടൊരു മാർഗം എന്ന് വെച്ചാല് ഒരു 5-6 വർഷം മുമ്പ് ഐഫോണ് അത്ര പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ എന്റെ അടുത്തൊക്കെ ഐഫോൺ ഉണ്ട്. പണ്ട് ഐഫോൺ അത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. വളരെ കുറഞ്ഞ ആളുകളുടെ അടുത്ത്, എനിക്ക് അത്യാവശ്യം സമ്പന്നനായ ആളുകളുടെ അടുത്ത് മാത്രമേ ഐഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത മെത്തേഡ് എന്ന് വെച്ചാൽ ഐഫോൺ യൂസേഴ്സിനാണ് ടാർഗറ്റ് ചെയ്തത്. അതുപോലെ ലക്ഷറി വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന ആളുകളെ. അപ്പൊ ഇന്നത്തെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ്. ഇന്നത്തെ ആകുമ്പോൾ അതിന് മാറ്റം വരും. ഇന്ന് ഐഫോൺ ചെയ്തിട്ട് കാര്യമില്ല, കാരണം എല്ലാവരും ഐഫോണാണ്. അപ്പോ നമ്മുടെ ഓഡിയൻസിന്റെ ഫിനാൻഷ്യലി ഉള്ള ക്യാരക്ടർ, അതുപോലെ അവരുടെ പൊതു താല്പര്യങ്ങള്, അവരെ ഹാബിറ്റ്, അവരെ എന്താ മറ്റുള്ള എന്തിനെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന ഇഷ്ടങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കൺസിഡർ ചെയ്തിട്ട്, ഇതൊക്കെ നമ്മുടെ നോളജാണ്, നമ്മുടെ ഓഡിയൻസിന്റെ നോളജാണ്. ഈ നോളജ് ഐഡന്റിഫൈ ചെയ്തിട്ടോ ആണ് നമ്മൾ ക്യാമ്പയിൻസും കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഡിഫൈൻ യുവർ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ. ഏത് ഫിനാൻഷ്യൽ കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഏത് ക്യാരക്ടർ സ്വഭാവമുള്ള ആളുകളാണ് നമുക്ക് വാങ്ങിക്കുക, ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകളാണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, ഏത് ഏരിയയിലുള്ള ആളുകളാണ് വാങ്ങിക്കുന്നത്, ഈ വാങ്ങിക്കുന്ന ആളുകൾ ഏതൊരു കാറ്റഗറി മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. ഇങ്ങനെ അവരെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ്. കീപ് ദിസ് ഇൻ മൈൻഡ് വെൻ എവർ യു ക്രിയേറ്റ് ന്യൂ കണ്ടന്റ്. ഈ പറഞ്ഞ ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഓഡിയൻസിനെ സെലക്ട് ചെയ്തു. ആ ഓഡിയൻസിന്റെ പൊതു സ്വഭാവവും താല്പര്യവും അവരെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവരുടെ താല്പര്യത്തിനും അവരുടെ ഇൻട്രസ്റ്റിനും അവരെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്രിയേറ്റീവ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് ചാനൽസ്. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാനുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ്, ഏത് ചാനൽ ത്രൂ ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ബിസിനസ് നമുക്ക് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ അവിടെ SEO ആൻഡ് കോണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട്, പെയ്ഡ് അഡ്വർടൈസിംഗ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഓർഗാനിക് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, പെയ്ഡ് ക്യാമ്പയിൻസ് ആൻഡ് പെയ്ഡ് ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, സോഷ്യൽ മീഡിയ ആഡ്സും ചെയ്യാൻ പറ്റും, ഇമെയിൽ മാർക്കറ്റിംഗ് പറ്റും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡിഫൈൻ യുവർ ബിസിനസ് ഗോള്, പിന്നെ ഡിഫൈൻ യുവർ ഓഡിയൻസ്, ഇത് 2 കാറ്റഗറിയും കഴിഞ്ഞാൽ മൂന്നാമത്തത് ഈ പറഞ്ഞ ഓഡിയൻസിനെ ഇതിൽ ഏത് ചാനൽ ഉപയോഗിച്ചാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ ചില കാറ്റഗറിയിൽ SEO നിർബന്ധമായിരിക്കും. പക്ഷെ SEOന്റെ പ്രശ്നം എന്ന് പറയുന്നത് SEO ഒരു ലോങ് ടേം പ്രോസസ് ആണ്. മിനിമം ഒരു 3 മാസം മുതൽ 1 ഇയർ എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അവിടെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അത് പിന്നെയും ചിലപ്പോൾ ലേറ്റ് ആവാം. പക്ഷെ പെയ്ഡ് അഡ്വർടൈസിങ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ സെർച്ച് റിസൾട്ടിൽ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഈ പറഞ്ഞ ഓഡിയൻസിന് മാച്ച് ചെയ്ത് ഏത് ചാനലാണ്, ഏത് അഡ്വർടൈസിങ് ചാനലാണ് നമുക്ക് വേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ക്യാമ്പയിൻസും കാര്യവും റൺ ചെയ്ത് കഴിഞ്ഞാൽ അനലൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അനലൈസ് ROI ഓൺ ഈച്ച് ചാനൽ. അപ്പോൾ ഓരോ ചാനൽ ബേസ് ചെയ്തിട്ടും ROI എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ എത്ര രൂപ മുടക്കിയിട്ടാണ് ക്യാമ്പയിൻ ചെയ്യുന്നത് അതിന് ആനുപാതികമായി നമുക്ക് റിട്ടേൺ കിട്ടണം. ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങളൊരു 20,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ 20,000-ത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണം. അത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും മുതലാവുള്ളൂ. എന്നെ സംബന്ധിച്ചും അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ കഴിഞ്ഞാലേ ഞാനും എന്ത് ചെയ്യുള്ളൂ, ഒരു പ്രൊവൈഡർ എന്നുള്ള നിലയ്ക്ക് ഞാനും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, നിങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങളൊരു 30,000 കൊടുത്ത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ 20,000 കൊടുത്ത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിലും അതിന് ആനുപാതികമായിട്ട് നമുക്ക് വാല്യൂസ് റിട്ടേൺ കിട്ടണം. അത് ചിലപ്പോൾ സെയിൽസിലാവാം, ചിലപ്പോൾ ബ്രാൻഡ് അവയർനെസ്സിലാവാം. ഇപ്പൊ എല്ലായിടത്തും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഗോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ സെയിൽസ് ആണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള അവിടെ സെയിൽസ് ആണ് വരിക. നേരെ മറിച്ച് നമുക്ക് ബ്രാൻഡ് അവയർനെസ് ആണ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അവിടെ അത്രയും ആളുകളെ നമ്മുടെ പ്രൊഡക്റ്റിനെ അറിയിക്കുക എന്നുള്ള. അപ്പൊ ROI അനുസരിച്ച് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അനലൈസ് ചെയ്യാന്നുള്ള. ഗേദർ ഫീഡ്ബാക്ക്,
അത് ആളുകളുടെ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും. ലേൺ ഫ്രം യൂസർ ബിഹേവിയർ. അപ്പോ നമ്മുടെ ഈ ആളുകളെ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അവരെ ബിഹേവിയർ, അവർ നമ്മുടെ ഈ ആഡിനെയും കാര്യങ്ങളും എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളതും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റിഫൈൻ യുവർ ക്യാമ്പയിൻ. അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്യാമ്പയിന് നമ്മൾ മാറ്റങ്ങളും കാര്യങ്ങളും വരുത്താൻ പറ്റും. ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. അപ്പൊ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എത്ര സമയം നമ്മുടെ വെബ്സൈറ്റ് സ്പെൻഡ് ചെയ്തു, അയാൾ ഇതിനെ സ്ക്രോൾ ചെയ്തു, എവിടൊക്കെ പോയിട്ട് ക്ലിക്ക് ചെയ്തു, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വീഡിയോ രൂപത്തിൽ കാണാൻ പറ്റും. ഇപ്പൊ ഗൂഗിൾ അനലിറ്റിക്സ് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസർ വന്നു കഴിഞ്ഞാൽ അയാൾ ഈ സ്ക്രീനിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. അയാളെ മൗസിന് കൾസർ വിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ സ്ക്രോൾ ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, സ്ക്രോൾ ചെയ്തു, അങ്ങനെ അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്കൊരു വീഡിയോ രൂപത്തിൽ വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാനും ആ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ക്യാമ്പയിൻസിലും കാര്യങ്ങളും മാറ്റം വരുത്തി പ്രോഫിറ്റബിൾ ആക്കാനും പറ്റും എന്നുള്ളതാണ്. കം അപ്പ് വിത്ത് സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്താനും പറ്റും. അതുപോലെ തന്നെ ഏതാണ് മോസ്റ്റ് പ്രോഫിറ്റബിൾ ചാനൽസ്, ഏത് ചാനൽസ് വഴിയാണ് നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കോർഡിനേറ്റ് യുവർ ക്യാമ്പയിൻ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമൈസ് യുവർ കസ്റ്റമർ അക്വിസേഷൻ. ഏറ്റവും കൂടുതൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം കസ്റ്റമർ അക്വിസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആളുകൾ നമ്മളെ ക്യാമ്പയിനിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പൊതുവായിട്ട് ഒരു ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്ട്രക്ചർ ആണ്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക എന്ന്. ഓക്കെ, അടുത്തത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് റീച്ച് ദ റൈറ്റ് ഓഡിയൻസ്. യഥാർത്ഥ ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ നമ്മുടെ ആഡ് കാണിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത് എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്. ഈ കാണിച്ച ഓഡിയൻസിനെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആഡ് കണ്ടിട്ട് അവർ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആണെങ്കിൽ അത് ഫുൾ വ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഇന്ററാക്ട് ചെയ്യുന്ന എന്തെങ്കിലും എലമെന്റ് നമ്മുടെ കണ്ടന്റിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പോസ്റ്റോ നമ്മുടെ സോഷ്യൽ മീഡിയ ആഡ്സോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ആ കസ്റ്റമർ അവിടെ എൻഗേജ് ചെയ്യാൻ പറ്റണം. അവിടെ എൻഗേജ് ചെയ്യിപ്പിക്കുക. ദെൻ മോട്ടിവേറ്റ് യുവർ ഓഡിയൻസ് ടു ടേക്ക് യുവർ ആക്ഷൻ. അവരെ ഒരു ആക്ഷൻ എടുക്കാൻ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള. ആക്ഷൻ ഉദ്ദേശിക്കുന്നത് ബട്ടൺ ആണെങ്കിൽ ഇപ്പൊ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, വാട്സപ്പ് ബട്ടൺ ആണെങ്കിൽ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻക്വയറി കൊണ്ടുവരിക. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലേക്ക് പോവുക, അവരെ ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് മാക്സിമൈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് മാക്സിമം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. പിന്നെ അടുത്ത് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് ഏതൊക്കെ ടൈപ്പ് നീഡ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞു, ട്രാഫിക് ജനറേറ്റ് ചെയ്യാം. ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നതിനാണ് ട്രാഫിക് എന്ന് പറയാം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഇവന്റ് പ്രൊമോഷൻ. നമുക്കൊരു ഇവന്റോ പ്രോഗ്രാമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം നമുക്ക് ഇവന്റ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചില ആഡൊക്കെ ഉണ്ടാവും, ബുക്ക് യുവർ സ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാമിന് സീറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ഉള്ള. അപ്പൊ അതിന്റെ ബട്ടൺ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇൻക്രീസ് ആപ്പ് ഡൗൺലോഡ്. നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മാക്സിമം ആളുകളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഈ ആപ്പ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ മൊബൈലിലേക്ക് ഒരുപാട് ആഡ് കാണുന്നുണ്ടാവും, അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലേക്കോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്കോ പോകും. അപ്പൊ അത് ആപ്പ് ഡൗൺലോഡ് ക്യാമ്പയിൻ ആണ്. അതുപോലെ തന്നെ സീസൺ ആൻഡ് ഒക്കേഷണൽ സെയിൽസ്. ഇപ്പൊ നമുക്ക് ബില്യൺ സെയിൽസ്, ആമസോണ്, അതുപോലെ ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ ഓരോ സീസൺ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓഫേഴ്സും കാര്യങ്ങളും ക്യാമ്പയിൻ ചെയ്യാറുണ്ട്. ഇപ്പോ ലുലുമാൾ പോലത്തെ പല സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സീസൺ ഒക്കേഷണൽ സെയിൽസ് ക്യാമ്പയിൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസിങ് വീഡിയോ വ്യൂ. നമുക്കൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയയിൽ ഏതിലായിക്കോട്ടെ, ആ വീഡിയോ ഒരുപാട് ആളുകളെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. വീഡിയോ വ്യൂസ് കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ലീഡ് പ്രൊമോഷൻ. ലീഡ് ജനറേറ്റ് ചെയ്യുക. ലീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ പേഴ്സണൽ ഡാറ്റാസോ എൻക്വയറീസോ ആണ്. അപ്പൊ അത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് അവരുടെ നെയിം, അവരുടെ അഡ്രസ്സ്, അവരുടെ സിറ്റി, അവരുടെ പിൻകോഡ് തുടങ്ങിയ അവരുടെ പേഴ്സണൽ ഡാറ്റാസ്, നമുക്ക് ഏത് ഡാറ്റാസോ വേണ്ടത് ആ ഡാറ്റാസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഒന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ്.
നമ്മൾ കണ്ടിട്ടുണ്ടാവും പല പ്രൊഡക്റ്റുകളും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ക്യാമ്പയിൻസ് കൊടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആമസോണിന്റെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സെക്ഷനിലേക്കാണ് പോവുക. ഓക്കെ. പിന്നെ വരുന്നത് റീച്ച് ആണ്. മാക്സിമം റീച്ച് കൊടുക്കുക. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ബ്രാൻഡോ ആയിക്കോട്ടെ, മാക്സിമം റീച്ച് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഗോൾ വരുന്നത്. മറ്റൊന്ന് ഇന്ററാക്ഷൻസ് ആണ്. ഇന്ററാക്ഷൻസ് പറയുമ്പോൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിച്ചിട്ട് അതിന് ആളുകൾ ആൻസർ ചെയ്യുന്ന രീതിയിൽ ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക. അങ്ങനത്തെ ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് കാൾ ജനറേഷൻ. നമ്മൾ കാൾ ബട്ടൺ ആയിരിക്കും നമ്മുടെ ആഡിന്റെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കാൾ പോകും. അപ്പൊ ആ രീതിയിലും നമുക്ക് ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ബെനിഫിറ്റ് ആണ് അടുത്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ടൈം ആൻഡ് എഫേർട്ട് സേവിങ് ആണ്. കുറഞ്ഞ സമയം കുറഞ്ഞ എഫേർട്ടുമാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വരുന്നുള്ളൂ, മറ്റുള്ള ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ അപേക്ഷിച്ചിട്ട് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊന്ന് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ ആണ്. ഏത് സമയത്തും നമുക്ക് ഓഫ് ആക്കാനും ഓൺ ആക്കാനും എഡിറ്റ് ചെയ്യാനും പറ്റും. റിയൽ ടൈം അനലൈസ് ചെയ്യാൻ പറ്റും. സ്പോട്ട് ഏത് സമയത്തും എത്ര ആളുകൾ കണ്ടു, എത്ര ക്ലിക്ക് വന്നു, എത്ര ആൾക്കാർ നമ്മായിട്ട് കണക്ട് ചെയ്തു, എത്ര എമൗണ്ട് സ്പെൻഡ് ആയി എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇമ്പാക്ട്ഫുൾ ആണ്. ആളുകളെ ഇമ്പാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. എക്കണോമിക്കലി ആണ്, ഫിനാൻഷ്യലി എന്ത് ചെയ്യാണ്, വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ളൂ. അപ്പൊ ഇത് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കറിയാം, ഒരു നോട്ടീസ് നമ്മൾ ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ ഒരു നോട്ടീസ് നമ്മൾ അടിക്കണേ. ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ ഒരു മഞ്ചേരി ബേസ് ചെയ്തിട്ട് 1,00,000 നോട്ടീസ് അടിക്കണമെങ്കിൽ നമുക്കറിയാം, ഒരു നോട്ടീസ് അടിക്കണം മിനിമം 1 രൂപയെങ്കിലും വരും. അത് നോട്ടീസ് അടിച്ച് അത് പത്രത്തിന്റെ ആളുകളെ അടുത്ത് ഏജന്റുമാരെ അടുത്ത് കൊടുത്ത് അത് പയ്യന്മാരെ കൊണ്ട് വീട്ടിലോ അല്ലെങ്കിൽ കടയിലൊക്കെ എത്തിക്കണമെങ്കിൽ നമുക്ക് ഏകദേശം 1 രൂപയോളം ഒരു നോട്ടീസിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ 1,00,000 ആളുകളെ, ഒരു 1,50,000 ആളുകൾ നമ്മളൊരു ആഡ് കാണിക്കണമെങ്കിൽ നമുക്ക് മിനിമം 1,00,000 രൂപയുടെ സ്പെൻഡ് ചെയ്യണം. എക്സാമ്പിൾ പറയാട്ടോ, 1,00,000 രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ 1,00,000 രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്ത് കൺഫേം ചെയ്ത് പ്രിന്റ് എടുക്കണം. പ്രിന്റ് എടുത്തിട്ട് പിറ്റേ ദിവസത്തെ അല്ലെങ്കിൽ ഏത് ദിവസമാണ് ആ ദിവസത്തെ ഏജന്റുമാരുടെ അടുത്ത് കൊണ്ടേ കൊടുത്ത് അവരത് പത്രത്തിന്റെ ഉള്ളിൽ ഓരോന്ന് നിറച്ചു വെച്ച് വീട്ടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഈ കൊണ്ടുപോകുന്ന പയ്യന്മാര് കൊണ്ടുപോയി ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാന്, നമുക്കിവിടെ ഈ ആഡ് റൺ ചെയ്യാൻ. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ആകെ ഒരു 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ക്യാമ്പയിൻസ് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. മാത്രമല്ല അത് നമുക്ക് എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 1,00,000 രൂപ നമ്മൾ മുടക്കുമ്പോൾ ഇവിടെ 10,000 രൂപ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന്റെ 11% അതിൽ കുറവോ എമൗണ്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ 1,00,000 ആളുകളെ കാണിക്കാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, 1,00,000 ആളുകളെ നമ്മൾ കാണിക്കുമ്പോൾ ഈ 1,00,000 ആളുകള് നമുക്ക് ആവശ്യക്കാരായ ആളുകളാണോ എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പില്ല. അപ്പൊ നമ്മൾ പത്രത്തിൽ 1,00,000 നോട്ടീസ് ഇട്ട് കഴിഞ്ഞാൽ ഈ നോട്ടീസ് ഇടുന്ന ആളുകളൊക്കെ നമ്മുടെ ബിസിനസ്സിനോ നമ്മുടെ സർവീസോ വാങ്ങിക്കാൻ താല്പര്യമോ ഇൻട്രസ്റ്റോ ഉള്ള ആളുകളാണോ ഒരു ഉറപ്പില്ല. എല്ലാവരും കാണും, പറ്റുന്നവര് അത് വാങ്ങിക്കും അല്ലെങ്കിൽ സർവീസ് ഉപയോഗപ്പെടുത്തും. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകുമ്പോൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ പഠിച്ച് ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലൊക്കേഷനിൽ നമ്മളെ വേണ്ട ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെ, നമുക്ക് വേണ്ട ബിഹേവിയർ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് അവരെ മാത്രം ആഡ് കാണിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാവരും നോട്ടീസ് ഇടുമ്പോൾ കാണിക്കുമ്പോൾ ഇവിടെ ആവശ്യക്കാരെ മാത്രം, അത് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ പണം കൊണ്ട്, അത് ഫ്ലെക്സിബിൾ ആണ്. ഏത് സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് നോട്ടീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റില്ല. അത് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അത് എത്ര അടുത്ത് കിട്ടി, എത്ര ആൾക്കാർ അത് വായിച്ചു എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ അത് കണ്ടു, എത്ര ആളുകൾ റീഡ് ചെയ്തു, ഓപ്പൺ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് വന്നു, രജിസ്റ്റർ ചെയ്തു, എൻക്വയറി വന്നു, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ആണ്, ഫിനാൻഷ്യലി നമുക്ക് ബെനിഫിറ്റ് ആണ്, ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ വീഡിയോ രൂപത്തിലുള്ള ആഡ്സോ അല്ലെങ്കിൽ കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ ആളുകളുടെ ഉള്ളിൽ ഇംപ്രഷൻ അല്ല ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ അവരെ ഇത് നമ്മുടെ ആഡ് കണ്ടിട്ട് അവർക്കൊരു മാറ്റത്തിന് അവർ കാരണമാവുന്നുണ്ടെങ്കിൽ അതിന് ഇമ്പാക്ട് എന്ന് പറയണം. അപ്പൊ ആ രീതിയിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക്, സ്പോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ ഫീഡ്ബാക്കും കിട്ടും. ഈ ആഡ് കാര്യങ്ങൾ കണ്ടിട്ട് ആളുകളെ എൻക്വയറി ചെയ്ത് അതിന്റെ ഫീഡ്ബാക്ക് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും.
അപ്പൊ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്. എന്നാൽ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും ട്രഡീഷണൽ മാർക്കറ്റിംഗിന് അതിൻ്റെതായ ഒരു മൂല്യവും വാല്യൂവും ഉണ്ട്. അത് മോശ ആണ് എന്നോ അതിന് കുറവാണോ എന്നല്ല പറയുന്നത്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് ട്രഡീഷണൽ മാർക്കറ്റിംഗും വേണം, ഡിജിറ്റൽ മാർക്കറ്റിംഗും വേണം. കാരണം ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഉള്ളൊരു കാറ്റഗറി ഓഫ് ഓഡിയൻസ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉള്ള ഒരു കാറ്റഗറി ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഇത് രണ്ടും രണ്ട് ക്യാരക്ടർ ആയിരിക്കും. ഇപ്പൊ രണ്ടും നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതും അതിന്റെ ബെനിഫിറ്റ് ആണ്. ഇതിലൂടെ നമുക്ക് ഇൻക്രീസ് ലീഡ് ജനറേറ്റ് ചെയ്യാം, ഇൻക്രീസ് സെയിൽസ് റവന്യൂ കൂട്ടാം. അതുപോലെ തന്നെ ഇംപ്രൂവ് ഡാറ്റ ക്വാളിറ്റി കൂട്ടാം, ഇൻക്രീസ് വെബ്സൈറ്റ് ട്രാഫിക്, ഇംപ്രൂവ് യൂസർ എക്സ്പീരിയൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇത് ഞാൻ ബേസിക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു അവയർനെസ് ആണ് ശരിക്കും. എന്താണെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്താണെന്നുള്ളത് നിങ്ങൾ പറയാട്ടോ, പറഞ്ഞോളൂ. അല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രാഥമികമായിട്ടുള്ള നമ്മള് കാര്യങ്ങളാണ്, ബേസിക് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഗുണങ്ങള്, അതിന്റെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ, അതിന്റെ ഏതൊക്കെ തലത്തിൽ ഏതൊക്കെയാണ് ഇപ്പം അത് ഉപയോഗിക്കേണ്ടതെന്നുള്ള അത് ഏകദേശം ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും കേട്ടതും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ സംശയങ്ങളൊന്നും ഇല്ല. SEOയും SMEയും അതൊക്കെ ഏകദേശം ക്ലിയർ ആണ്. ഇനിയിപ്പോ ഇത് എങ്ങനെയാ എന്നുള്ളതാണ് പിന്നെ അടുത്ത, അതാണ് നമ്മളെ വിഷയം. ഓക്കെ. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഇതിനെ കുറിച്ച് ബേസിക് നോളജ് തന്നാ. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ പറഞ്ഞു പോകുമ്പോ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ മുമ്പ് പറഞ്ഞ ഈ വേർഡ്സും കാര്യങ്ങളൊക്കെ അറിയാം യൂസ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് അത് എന്താണ് എന്നുള്ള ചോദ്യം ഉള്ള ഡൗട്ട് വരണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഫണ്ടമെന്റൽസ് ആദ്യം പറഞ്ഞു പോയത്. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് പ്രാക്ടിക്കൽ ഓരോ ഏരിയയിലേക്ക് കിടക്കും. ഇപ്പൊ നാളെ മുതൽ നമുക്ക് സോഷ്യൽ മീഡിയ ആണ് ഫസ്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയാസിൽ എന്താ ഫേസ്ബുക്ക്, സ്റ്റാർട്ടിങ് ഫേസ്ബുക്ക് മുതലായിരിക്കും. അപ്പൊ ഫേസ്ബുക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, ഫേസ്ബുക്കിൽ പേജ്, പ്രൊഫൈല്, ഗ്രൂപ്പ്സ്, ഇത് എങ്ങനെയൊക്കെയാണ് ക്രിയേഷൻ കാര്യം ചെയ്യണം, ഇത് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം, ഇതിലെങ്ങനെ കണ്ടന്റും കാര്യം ക്രിയേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ബേസിക് ആയിരിക്കും, സെക്ഷൻസ് ആയിരിക്കും നാളെ മുതൽ. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും അവരുടെ ബിസിനസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട്സും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി എടുത്തിട്ട് അതെനിക്ക് പേഴ്സണൽ ആയിട്ട് എന്ത് ചെയ്യണം, ഓരോരുത്തരും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ വർക്കും കൂടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ ബിസിനസിന്റെ പ്രൊമോഷനും ഈ ക്ലാസ്സും കൂടെ ഒരുമിച്ചായിരിക്കും പോവുക. ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? ഓക്കെ. അതില് അങ്ങനെ ചെയ്യുമ്പോ ഇപ്പൊ നമുക്ക് നമ്മളിപ്പോ ഒരു ഫോൺ മാത്രമേ വെച്ചത്, അപ്പൊ നമുക്ക് ലാപ്ടോപ്പ് കയ്യിൽ വെക്കണോ അതോ ലാപ്ടോപ്പ് കയ്യിൽ വെക്കുന്നത് നിർബന്ധമാവും. അത് പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങുമ്പോ, അപ്പൊ അടുത്ത ദിവസം മുതൽ പ്രാക്ടിക്കൽ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ലാപ്ടോപ്പ് നിങ്ങൾ മുന്നിൽ വെക്കേണ്ടി വരും. കാരണം ലാപ്ടോപ്പ് വെച്ചാലാണ് ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഫോണിൽ ചെയ്യുന്നതിന് കുറെ പരിമിതി ഉണ്ട്. ചില കാര്യങ്ങൾ ഫോണിൽ ഉണ്ടാവും, ചിലത് ഫോണിൽ ഉണ്ടാവില്ല. ചില ഓപ്ഷൻസ് തന്നെ ഫോണിൽ കിട്ടൂല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ, ചില കാര്യങ്ങൾ ഇന്നത്തെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പ്രാക്ടിക്കൽ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവായിട്ട് ഞാൻ ഒരു സെഷൻ എടുക്കുക, ആ സെഷനെ എങ്ങനെയാണ് ഒരു അക്കൗണ്ടും കാര്യം ക്രിയേറ്റ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ബിസിനസിന്റെ പേരും കാര്യങ്ങളും വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരിക. അപ്പൊ ആ സെഷൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നതോട് കൂടെ നിങ്ങളെ ബിസിനസിന്റെ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ പോവാ ഓരോ ഏരിയാസ്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, വീക്ക്ലി ക്ലാസ്സിലൊക്കെ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒന്ന് ഇരുന്നിട്ട് അത് കറക്റ്റ് എന്ത് ചെയ്യാം, ഒരു ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ആ രീതിയിലായിരിക്കും ക്ലാസ്. അന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ്സും കാര്യം ഓക്കെ, ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, ഗ്രൂപ്പിലും ചോദിക്കട്ടോ. ഞാൻ അവൈലബിൾ ആയ സമയത്ത് ഞാൻ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരും. ഓക്കെ.